നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുഞ്ഞുനാളിലെ തൻ്റെ ഐഡൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് വിക്ടർ റോക്ക് പറഞ്ഞ ഉത്തരം നെയ്മർ ജൂനിയർ എന്നാണ്. 19 വയസ്സാണ് വിക്ടർ റോക്കിനുള്ളത്. ഇപ്പോൾ FC ബാഴ്സലോണയിലാണ് താരമുള്ളത്. നെയ്മറും ബ്രസീലിയൻ ലീഗ് കഴിഞ്ഞിട്ട് നേരെ പറഞ്ഞത് FC ബാഴ്സലോണയിലേക്കായിരുന്നല്ലോ. എന്തായാലും വിക്ടർ റോക്ക് ഇപ്പോൾ തൻ്റെ ഐഡലിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതെ, നെയ്മർ ജൂനിയർ ബാഴ്സലോണയിൽ എത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ കാണുന്നു. തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തിയത്. പക്ഷെ അവിടെ വെച്ച് വിക്ടർ റോക്കിനെ കണ്ടുമുട്ടുന്നു. അതുപോലെ തന്നെ PK-യുമായിട്ട് അദ്ദേഹം കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മുണ്ടോ ഡിപ്പോർട്ടിവോ അതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും പുറത്തു വിട്ടിട്ടുണ്ട്. ഏതായാലും അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിൽ അൽ ഹിലാലിനൊപ്പമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അവിടെ നിന്ന് അദ്ദേഹം തിരികെ ബ്രസീലിലേക്ക് പോവുകയാണ്. ഇനി ഏപ്രിൽ മാസത്തിൽ മാത്രമേ തിരികെ സൗദി അറേബ്യയിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ജെറാർഡ് PK-യുമായിട്ട് കണ്ടുമുട്ടി. റെഗുലറായിട്ട് PK-യുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നുള്ള കാര്യം കൂടി മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ വിക്ടർ റോക്ക് അതുപോലെ തന്നെ ഏജൻ്റായിട്ടുള്ള ആൻഡ്രെ ക്യൂറി, അദ്ദേഹം നെയ്മർ ജൂനിയറുടെ കൂടി സുഹൃത്താണ്. അപ്പം അവരൊരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ടിലുള്ളത്. നെയ്മർ ജൂനിയർ അവിടെ തൻ്റെ മൂത്ത പുത്രനെ, മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ബാഴ്സലോണയിലേക്ക് എത്തിയത് എന്നുകൂടി വാർത്തയിൽ പറയുന്നു. ഏതായാലും നെയ്മർ ഇനി ബ്രസീലിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ തുടക്കത്തിൽ തിരികെ അൽ ഹിലാലിൻ്റെ ടീം ക്യാമ്പിലേക്ക് തന്നെ അദ്ദേഹം എത്തിച്ചേരും. എന്തായാലും ഈ സീസണിൽ ഇനി നെയ്മർ ജൂനിയർ കളിക്കില്ല എന്ന കാര്യം വ്യക്തമായതാണ്. കോപ്പ അമേരിക്കയിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ബ്രസീലിൻ്റെ ടീം ഡോക്ടറായിട്ടുള്ള റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിട്ടുള്ളത് കോപ്പ അമേരിക്കയിൽ അദ്ദേഹം റെഡിയാവാനുള്ള സാധ്യതയില്ല. അടുത്ത സീസണിൻ്റെ തുടക്കത്തിലെ അദ്ദേഹം റെഡിയാവുകയുള്ളൂ എന്ന്. എന്നാൽ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഡൊറിവാൾ ജൂനിയർ, ബ്രസീലിൻ്റെ പുതിയ കോച്ച്, പറഞ്ഞത് എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയർ തിരികെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. ആ പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.